നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു വാർത്ത വന്നിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലൊരു സഹപാഠി ഒരു മലയാളി വിദ്യാർത്ഥിനിയെ ലാപ്ടോപ്പ് വെച്ച് തലക്കടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു. പക്ഷേ ഇന്ന് ആ വാർത്തയിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ആ പെൺകുട്ടി മതപരിവർത്തനത്തിന് ഇരയായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഒരു ലവ് ജിഹാദ് അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു ആ പെൺകുട്ടിയെ നിരന്തരം അതിക്രൂരമായിട്ട് മർദ്ദിച്ചിരുന്നു സഹപാഠിയായിട്ടുള്ള സാദുറുൽ അനാം എന്നാണ് അയാളുടെ പേര്. അപ്പം ഈ വിഷയം ഇപ്പം മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പം മാധ്യമങ്ങൾ അത് സാവരിയ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും സാവരിയ ബസന്ത് ആ പെൺകുട്ടിയുടെ കുടുംബം മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരും വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങളോട് അല്ലെ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലൊരു വിഷയം കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല, നിർബന്ധിത മതപരിവർത്തനമില്ല. കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, പ്രബുദ്ധ മലയാളികളുണ്ടായിരുന്നു. അവരൊന്നും ഈ വിഷയം കണ്ടതും കേട്ടതുമില്ല എന്നൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചേട്ടാ, ഈ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ ചേട്ടൻ്റെ പ്രതികരണം എന്താണ് പറയാനുള്ളത്? പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സംഭവങ്ങൾ, ഏറ്റവും പുതിയൊരു സംഭവം കേരള സ്റ്റോറിയുടെ ഏറ്റവും പുതിയ കേരള സ്റ്റോറി എന്നുള്ളതാണ് ആദ്യം മനസ്സിൽ വരുന്നൊരു പ്രതികരണം. ഇതില്ല എന്നും ഇതിനെതിരെ ദൂരദർശന് വരെ ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് കത്തെഴുതിയ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലുണ്ട്, ശ്രീ പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. സാവരിയ ബസന്തിലേക്ക് തിരികെ വന്നാൽ സാവരിയ ബസന്ത് എന്ന് തന്നെ എടുത്തൊരു 2-3 തവണ ആ പേര് പറയേണ്ടതുണ്ട്. അനീഷ പറഞ്ഞതുപോലെ തുടക്കത്തിൽ മാധ്യമങ്ങളെല്ലാം സാവരിയ എന്ന് മാത്രമേ ഉള്ളൂ. സഹപാഠി എന്ന് പറയുന്ന ഈ സാദറുൽ അനമിൻ്റെ പേരും പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലായിരുന്നു പോകുന്നത്. അപ്പോൾ ഈ സാവരിയ എന്നുള്ള പേരിനുള്ളൊരു പ്രത്യേകത, സാവരിയ ഒരു ഉറുദു വാക്ക്. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആ കുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് തോന്നും. അന്വേഷിക്കാത്തവർക്ക്, ഹരിപ്പാട് പ്രദേശത്ത് അറിയാവുന്നവർക്കറിയാം, അതിനപ്പുറത്തേക്കുള്ള ആർക്കറിയാം? ഇപ്പോഴത്തെ ഇൻ്റർനെറ്റിൻ്റെ കാലമാണ്. നമ്മൾ അന്വേഷിക്കുന്ന വിവരങ്ങളെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ചിലർ എന്ത് തീരുമാനിക്കുന്നു ആ വിവരങ്ങൾ മാത്രമേ മുഖ്യമായിട്ട് നമ്മുടെയൊക്കെ മുൻപിൽ എത്താറുള്ളൂ, സാധാരണക്കാരുടെയെങ്കിലും. മാധ്യമപ്രവർത്തകരെന്നുള്ള നിലയിൽ നമുക്ക് ചിലപ്പോൾ ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവത്തെ കുറിച്ച് ഒരു ഉൾക്കാഴ്ച, കുറച്ചുകൂടി ഒരു ഉള്ളിലേക്ക് ഇറങ്ങിയുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും കാണുവാൻ സാധിക്കും. അത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ പരമാവധി ശ്രമിക്കാം. പക്ഷേ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ അനീഷ പറഞ്ഞതുപോലെ ക്രൂരമായ മർദ്ദനത്തിന് ആ പെൺകുട്ടി വിധേയയായിട്ടുണ്ട്. ചതച്ചു, ഇഞ്ചിഞ്ചായിട്ട് ചതച്ചു. ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. പക്ഷെ അത് കാണിക്കുവാൻ നിവർത്തിയില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? കാരണം അത്ര ക്രൂരമായ മർദ്ദനത്തിനാണ് ആ പെൺകുട്ടി വിധേയമായിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ കുടുംബം തന്നെ പറയുന്നു മതപരിവർത്തനത്തിന് ആ കുട്ടിയെ നിർബന്ധിച്ചു. ആ പെൺകുട്ടി വിസമ്മതിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി ദിവസമാണ് ഈ കൊലപാതകം നടന്നത്. ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്ക് അടിച്ചു എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഇവരുടെ എല്ലാം ഈ ജിഹാദികളുടെ ഒരു സ്ഥിരം പ്രതിരോധമാണ്, നിയമപരമായിട്ടുള്ള പ്രതിരോധമാണ്. പെട്ടെന്നുണ്ടായൊരു വികാര വിക്ഷോഭത്തിന് ഈ സെക്കൻഡ് ഡിഗ്രി മർഡർ എന്ന് പറയും പുറത്തൊക്കെ. അതായത് മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം, ആസൂത്രിതമല്ലാത്തൊരു കൊലപാതകം. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ ഇഞ്ചിഞ്ചായി ചതയ്ക്കപ്പെട്ട ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് എത്രത്തോളം ആ പ്രതിക്ക് ശിക്ഷ നടപ്പാക്കപ്പെടും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കുറപ്പൊന്നുമില്ല. കാരണം വളരെയധികം ഇസ്ലാമിക സ്വാധീനമുള്ളൊരു രാജ്യമാണത്. രണ്ടാമത്തെ കാര്യം, സാവരിയ പോലുള്ളൊരു പെൺകുട്ടി ഈ സാദറുൽ അനം എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ജാഗരൂകരാകേണ്ടിയിരുന്നു. പക്ഷെ ആയില്ല. ദൗർഭാഗ്യകരമായൊരു സംഗതിയാണ്. ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഈ നിമിഷം വരെ രാഷ്ട്രീയ നേതാക്കൾ, അത് കോൺഗ്രസിൽ നിന്നാവട്ടെ, UDFൻ്റെ ഭാഗത്തു നിന്നാകട്ടെ, LDFൻ്റെ ഭാഗത്തു നിന്നാകട്ടെ, ആരും ഇതിനെക്കുറിച്ച് തുറന്നിട്ടില്ല. ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അനുശോചനം പോലും അറിയിച്ചിട്ടില്ല. സാദറുൽ അനമിനെ കുറ്റപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. മലപ്പുറംകാരനാണ് ഈ വ്യക്തി. ആ വ്യക്തിയുടെ പടവും ചിത്രവും ഞങ്ങൾ ഇതിനോടൊപ്പം പ്രദർശിപ്പിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തിയെ ഒളിവില്ല അല്ലെങ്കിൽ മറയത്ത് നിർത്തേണ്ട യാതൊരു ബാധ്യതയും തത്വമയി ന്യൂസിനില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ഈ ലവ് ജിഹാദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ബെന്നി ബെഹനാൻ എന്ന ജനപ്രതിനിധി ലോക്സഭയിൽ പോയി ലവ് ജിഹാദ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എത്ര കേസുകൾ ഭാരതത്തിലൊട്ടാകെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായൊരു ഗൂഢാലോചന തന്നെയായിരുന്നു. കാരണം ലവ് ജിഹാദ് എന്നൊരു പദം ക്രിമിനൽ പ്രൊസീജിയർ കോഡിലില്ല, ഭാരതീയ ന്യായ സംഹിതയിലുമില്ല. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് കേസ് എന്നൊരു കേസ് ലോകത്തൊരിടത്തും അല്ലെങ്കിൽ ഭാരതത്തിൽ ഒരിടത്തും ഈ നിമിഷം വരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. നിർബന്ധിത മതപരിവർത്തനം അത് ചോദിച്ചിട്ടില്ല. പ്രണയം നടിച്ചുള്ള മതപരിവർത്തന ശ്രമം
അത് ചോദിച്ചിരുന്നെങ്കിൽ ആ കേസുകളുടെ എണ്ണം എണ്ണി എണ്ണി പറഞ്ഞേനെ. കാരണം ലോക്സഭയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള കടന്നുള്ള മറുപടി എന്നുള്ളത് പലപ്പോഴും സ്പീക്കർ അനുവദിക്കാറില്ല. അതൊരു നാഗരികമായ രീതിയുമല്ല. ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ബെന്നി ബെഹനാൻ ഒരു ചതിയുടെ ഭാഗമായി, അതും സ്വന്തം സമുദായത്തെ പോലും ചതിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. കാരണം ഹിന്ദു പെൺകുട്ടികൾ മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ ഭീകരവാദികളുടെ ഈ ഗൂഢലക്ഷ്യങ്ങൾക്കും ഭ്രാന്തിനും മതഭ്രാന്തിനും ഇരയാകുന്നത്. ക്രിസ്ത്യൻ പെൺകുട്ടികളും സോണിയ സെബാസ്റ്റ്യന്റെ ഒക്കെ നമുക്ക് അറിവുള്ളതാണ്. നിമിഷ ഫാത്തിമയുടെ ഒപ്പം അഖില ഹാദിയുടെ കേസ് പെൺകുട്ടീനെ കാണണം അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ മുന്നിലുണ്ടായാൽ പോലും സമൂഹത്തിന്, ഒരു കേരളീയ സമൂഹം ഒരു കളക്റ്റീവ് മൈൻഡ് സെറ്റിൽ ഇതിനെ ഇപ്പോഴും സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതിന്റെ പ്രതിഫലനമാണ് ഈ കേരള സ്റ്റോറിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളും. ആ സിനിമ ഇറങ്ങിയപ്പോ ബീഫ് കഴിക്കുന്നതിനെതിരെയാണെന്നും പറഞ്ഞ് ഞാനിപ്പോൾ അത് ആലോചിക്കായിരുന്നു. ബീഫ് കഴിക്കുന്ന ആ ഒരു രംഗം അത് കഴിഞ്ഞ ഉടനെ ഈ കാലം പലപ്പോഴും സത്യം തെളിയിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ കേരള സ്റ്റോറിയെ കുറിച്ച് വിമർശനം വരുന്നു. ലക്ഷ്മി പത്മയോ അങ്ങനെ ആരൊക്കെയോ അതിൽ എവിടെയാണ് നിർബന്ധിച്ച് ബീഫ് കഴിക്കാൻ ശ്രമിക്കുന്നതെന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാലാപാർവതിയൊക്കെ ഉൾപ്പെടെ എന്തൊക്കെയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കേരളം മതേതരം എന്നുള്ള രീതിയിൽ മതേതര കേരളത്തിൽ. പിന്നെ ഇപ്പോഴത്തെ യുവാക്കളുടെ ഹരമെന്ന് സ്വയം വിശ്വസിക്കുന്ന ടൊവിനോ തോമസ് ഹൈദരാബാദിൽ എവിടെയോ പോയപ്പോൾ കേരള സ്റ്റോറിയെ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല, അപ്പൊ അതുകൊണ്ട് ആ പടം പരാജയപ്പെട്ടു, അങ്ങനെ വേണം അതിനെയൊക്കെ കൈകാര്യം ചെയ്യാനെന്ന അഭിമാനത്തോടു കൂടി ആ പ്ലാൻഡ് ചോദ്യമാണെന്നുള്ളത് കേട്ടാൽ അറിയാം. ഉത്തരവും അതെ. ഞാൻ മതേതര ടൊവിനോ, പുള്ളിയെ ടൊവിച്ചായ എന്ന് വിളിച്ചിരിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല, ടൊവിക്ക എന്ന് വിളിച്ചാൽ പുള്ളിക്ക് ഇഷ്ടമാണ് എന്നാണ് പുള്ളിയുടെ ഒരു രീതി. അത്തരത്തിലുള്ള പ്രചാരകർ നിൽക്കുമ്പോൾ തന്നെയാണ് നാം കണ്ടത് ഒരു ഗോതമ്പുണ്ട ഉരുട്ടി വെച്ചതുപോലെ നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ഒരു ഇൻഫ്ലുവൻസ് ഷിയാസ് കരീം, ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നത്. ഈ നിയമം അല്ലെങ്കിൽ ക്യാമറ ഓടുന്നു എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് അവനെ കൊണ്ട് ആ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം എടുത്തോ ആ പെൺകുട്ടിയുടെ തലയിൽ അടിക്കാൻ എന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ചതെന്ന് ആ വീഡിയോ കണ്ടാൽ നമുക്ക് തോന്നിപ്പോവും. ഈ സാദുറുൽ അനം എന്നുള്ള ഈ മൃഗത്തിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ചിന്തിച്ച് നോക്കൂ. ഒരുപക്ഷെ ഇവനൊന്നും നാളെ ഇത് ചെയ്യില്ല എന്ന് ആർക്കറിയാം? ഒരുറപ്പും വേണ്ട, ചിലപ്പോൾ ചെയ്തെന്ന് തന്നെ വരാം. ഈ സാദുറുൽ അനവും ഷിയാസ് കരീമും വ്യത്യസ്തരല്ല. കാരണം അവരെ നയിക്കുന്ന വികാരം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് മാനുഷികമായൊരു വികാരമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഉണ്ടാക്കിയ ഭ്രാന്ത് പിടിച്ചൊരു തത്വസംഹിതയാണ്. അത് ചെറുപ്പകാലം മുതൽ ഒരു 3 വയസ്സ് മുതൽ തന്നെ പലപ്പോഴും തലച്ചോറിനുള്ളിലേക്ക് കുത്തിവെച്ച് ഭ്രാന്തമായൊരവസ്ഥയിൽ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായൊരവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കുന്ന സാദുറുൽ അനമായാലും ശരി ഷിയാസ് കരീമായാലും ശരി. പറയുന്നുണ്ടല്ലോ, ഷിയാസ് കരീം തന്നെ പറയുന്നുണ്ടല്ലോ, ഞമ്മൻ്റെ കിതാബിൽ നമുക്ക് പലതും ആറാമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ പൊട്ടനായതുകൊണ്ട് അവന് പിന്നെ ഈ പറയുന്ന പോലെ വെളിവും വെള്ളിയാഴ്ചയും കുറേ ഒരുപാടില്ലാത്തത് കൊണ്ട് അവന് ഇതൊക്കെ പലതും സത്യങ്ങളും വിളിച്ചു പറയുന്നു. പക്ഷേ സാദുറുൽ അനമനെ പോലുള്ളവർ നിശബ്ദരായിരുന്ന് മറ്റുള്ളവരോട് അവൻ്റെ ഉള്ളിലെ മൃഗം പുറത്തു വരേണ്ട കൃത്യസമയം വരെ വളരെ മാന്യമായി പെരുമാറി നല്ല പേര് സമ്പാദിച്ച് നടക്കുന്നവനായിരിക്കും. എഴുതി വെച്ചോളൂ. ഇതാണ് എൻ്റെ ഒരു ആദ്യ പ്രതികരണം. ഒരു വൈകാരികമായ പ്രതികരണം. മെഡിക്കൽ വിദ്യാർത്ഥിനിയല്ലേ ഇവര്? ഡോക്ടറും 3-ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. ആ ഒരു ഡോക്ടർ എന്നുള്ളത് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പോയി. അതിനെക്കുറിച്ച് പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ഒരു വിദ്യാസമ്പന്നയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കൃത്യമായിട്ട് അവളുടെ ദൗർബല്യം മനസ്സിലാക്കി. കാരണം മനുഷ്യർക്ക് എല്ലാവർക്കും ദൗർബല്യങ്ങളുണ്ട്. ഒരു പക്ഷെ നമ്മുടെ നിമിഷ അഖില ഹാദിയുടെ കാര്യം എടുത്താൽ ആ പെൺകുട്ടിയെ വലയിലാക്കുന്നത് ആൺകുട്ടികളല്ല, പെൺകുട്ടികളാണ്. കാരണം പഠനത്തിൽ അല്പം പിന്നോട്ടായിരുന്ന ആ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് പഠനത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുവാൻ സഹായിച്ച് നീണ്ട കാലത്തെ ആസൂത്രണത്തിലൂടെ ആ പെൺകുട്ടിയുടെ വിശ്വാസം നേടിയെടുത്താണ് ഈ ഇത്തരക്കാർ ജിഹാദികളുടെ കയ്യിലേക്ക് ഈ ഷഹീൻ സ്ക്വാഡ് എന്ന് പറയുന്ന അവളുടെ കൂട്ടുകാരികൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ആസൂത്രണം ആര് നടത്തും? ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ വേണ്ടിയിട്ട് മനുഷ്യരായിട്ടും ചെയ്യുന്ന പരിപാടി അല്ലത്. മൃഗങ്ങൾ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെക്കാളും ഹീനമനസ്കരായിട്ടുള്ള ഏതെങ്കിലും ജീവികൾ ചെയ്യുന്ന പരിപാടിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പ് തന്നെ പല ചരിത്രങ്ങളായിട്ടും വാർത്തകളായിട്ടും നമ്മുടെ മുൻപിൽ വരുമ്പോൾ അതിനെ സ്വീകരിക്കുവാനുള്ള മനസ്സ് പോലും നമ്മൾ കാണിക്കാത്തത് പലപ്പോഴും ഈ വാർത്തകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഇപ്പോഴും ഈ ഒരു വാർത്ത ശരിക്കും എന്താ പറയുക, ഇത്രയും കേരളത്തെ നടുക്കിയ ഒരു വാർത്തയായിട്ട് പോലും ആർക്കും അതിനൊരു ശബ്ദം ഉയർത്തുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം മറ്റു പല വിഷയങ്ങളാണെങ്കിൽ ഇപ്പം ഈ
ഒന്നും വേണ്ട, ഈ കേരള സ്റ്റോറി സിനിമ വന്നപ്പോൾ തന്നെ എന്തായിരുന്നു, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് വരുന്നു, ബീഫ് കഴിക്കാൻ തുടങ്ങുന്നു, ബീഫ് ഫെസ്റ്റിവൽ, ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നു, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ അവരൊന്നും ഈ ഒരു വിഷയം അറിഞ്ഞതായിട്ട് പോലും കാണിക്കുന്നില്ല. അനീഷ, അതിലൊരു ചെറിയ തിരുത്തി ഞാൻ അനീഷ പറഞ്ഞതിൽ നിർത്തുകയാണ്. കേരളം നടുങ്ങിയ എന്നല്ല, കേരളം നടുങ്ങേണ്ട ഒരു വാർത്തയാണ്. കേരളം നടുങ്ങാനൊന്നും പോകുന്നില്ല, കാരണം കേരളം ഇതും കടന്നു പോകും. തന്നെയുമല്ല, ഈ ചർച്ച നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ നല്ലൊരു വിഭാഗം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതിൽ അമർഷമുള്ള ആളുകളിൽ നിന്ന് തന്നെ വരാൻ പോകുന്ന ഒരു കമൻറ്റ് ഞാനിപ്പോഴേ പ്രവചിക്കാം. അവൾ അങ്ങോട്ട് പോയിട്ടല്ലേ, അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ. അതല്ല പ്രതികരണം വേണ്ടത്. കാരണം പെൺകുട്ടികൾ, അവർക്ക് ഇത് അറിവില്ലായ്മ കൊണ്ടോ അങ്ങനെ പോകുന്നതല്ല. ഒറ്റപ്പെട്ടു പോകുന്ന പെൺകുട്ടികളെ വലയിലാക്കുവാനുള്ള കൃത്യമായ പരിശീലനം ഈ ജിഹാദികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, വഴിയിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും നല്ല ഒരു നാട്ടിലുള്ള ഏറ്റവും നല്ലൊരു റൗഡി, അയാളെ ആർക്കും തല്ലി വീഴ്ത്താൻ സാധിക്കില്ല. 10 പേരെയൊക്കെ അയാൾ ഒരുമിച്ച് നിന്ന് അടിക്കും. ആ ഒരു കോൺഫിഡൻസിൽ അയാൾ നിൽക്കുമ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു കമാൻഡോ അയാളുടെ എതിരെ വന്നു കഴിഞ്ഞാൽ നിലത്ത് നിർത്തില്ല അയാളെ. ഇവർ ട്രെയിൻഡ് ആയിട്ടുള്ള കമാൻഡോസാണ് ഇക്കാര്യത്തിൽ. നമ്മൾ സാധാ റൗഡികളാണ്. സാധാ റൗഡികൾ പോലും അല്ല. റൗഡികളാണെന്നാണ് നമ്മുടെ ഭാവം. അല്ല, ഒന്നുമല്ല. അവർ ട്രെയിൻഡ് ആയിട്ടുള്ള, അതാദ്യം സ്വയം മനസ്സിലാക്കുക, അത് സ്വയം സ്വീകരിക്കുക. ഇതിൽ സാവരിയുടെ കുറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ ഒരു ആവശ്യമായിരുന്നു, കുട്ടിയെ സംബന്ധിച്ച് ആവശ്യമായൊരു കാര്യമായിരുന്നു. മനസ്സിലായില്ല. തെറ്റുകൾ മനുഷ്യന് ഒരുപാട്. ഇപ്പം ഈ സത്യസരണി പോലുള്ള ഇപ്പം അവിടുത്തെ കഥകൾ, നമ്മൾ ഈ ആർഷവിദ്യാ സമാജം, AVS, അവര് അവിടുത്തെ ആ ചേച്ചിമാര് പറഞ്ഞ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞ ആ ചേച്ചി പറഞ്ഞ വീഡിയോ, അതുപോലെ ആതിര എന്നാണെന്ന് തോന്നുന്നു, ആതിര, അവരൊക്കെ പറയുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഞെട്ടലാണ്, ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ള. കാരണം അവരാദ്യം വന്നിട്ട് നമ്മൾ സൗഹൃദം സ്ഥാപിക്കും, അത് കഴിഞ്ഞ് അവരുടെ ആൺ സുഹൃത്തുക്കളുമായി, അത് തന്നെ കേരള സ്റ്റോറി പറയുന്നത് സിനിമ അത് തന്നെയാണ്. അവരുടെ ഓരോരുത്തരുടെയും ദൗർബല്യം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരെ സമീപിക്കുന്നത്. അതെ, ഹിന്ദുമതം പോരാ, വൃത്തികെട്ട മതമാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെയുമല്ല, ഈ ആളുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഇപ്പോൾ എന്നെ ഒന്നും സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന ആർക്കെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ദൈനംദിനം നിങ്ങളുടെ മുമ്പിൽ വരുന്ന പരസ്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കാനുള്ള കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളുടെ പിൻബലത്തോടു കൂടി ഇറക്കുന്ന പരസ്യങ്ങളാണ്. അത് നിങ്ങളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. ആ പരസ്യം കണ്ട ഉടനെ ഞാൻ പോയി വാങ്ങാറില്ല. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും കടയിൽ കയറുമ്പോൾ ആ കണ്ട സാധനം, ഇന്ന സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇന്ന ബ്രാൻഡ് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള ഉപബോധ മനസ്സിലൊരു ഓർമ്മ, ആ സ്വാധീനം തന്നെയാണ് ഓരോ വ്യക്തികളെയും സ്വാധീനിക്കാൻ ഇവർ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ റീലുകളായി പെൺകുട്ടികളുടെ 3-ാം വർഷ MBBS വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ എത്ര തട്ടമിടുന്ന റീലുകൾ വരുന്നു. ഈ സാവരിക്ക് 3-ാം വർഷം MBBS വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോൾ 3-ാം വർഷമാണോ 1-ാം വർഷമാണോ അതൊരു ഡൗട്ട് ഉണ്ട് ചേട്ടാ. ഓരോ ന്യൂസിലും ഓരോന്നാണ് പറയുന്നുണ്ട്. നമുക്ക് അറിയുവാൻ സാധിച്ച 3 എന്നാണ്. പക്ഷെ 1 ആകാം. 1-ാം വർഷമാണെങ്കിൽ കൂടുതൽ അപകടമാണ്. കാരണം എത്ര വയസ്സ് കാണും? കൂടിപ്പോയാൽ ഒരു 20-ഓ 21-ഓ വയസ്സ്. ഏറ്റവും എളുപ്പത്തിൽ ഈ പറയുന്ന പോലെ തട്ടമിടുന്ന റീലുകൾ, അയ്യോ ഇത് ട്രെൻഡാണല്ലേ, എല്ലാവരും ചെയ്യുന്നു, അപ്പൊ ഞാനും ചെയ്താൽ എന്താ, നന്നായിരിക്കില്ലേ, അല്ലെങ്കിൽ ഈ ബീഫ് കഴിക്കുന്നു, ഇപ്പോഴിതാണ് ട്രെൻഡ്. ആ ട്രെൻഡിനെ ഫോളോ ചെയ്യാനുള്ള ഒരു പ്രവണത നമുക്ക്, പക്ഷേ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അതെ, ട്രെൻഡിനെ ഫോളോ ചെയ്യാനുള്ളൊരു പ്രവണത നമുക്കില്ലെങ്കിൽ പോലും ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് പഴയ ബെൽ ബോട്ടം പാൻസ് ഇഷ്ടമാണ്. ഇപ്പോൾ പിന്നെ ബെൽ ബോട്ടം പുതിയതായിട്ട് ട്രെൻഡായിട്ട് വീണ്ടും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സ്കിന്നി, ദേഹത്ത് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന തരത്തിലുള്ള ജീൻസും ഒക്കെ ആണുങ്ങളുടെ കാര്യമാണ് പറയുന്നത്, ആണുങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന്. ഇപ്പോൾ അത് പക്ഷേ ഫാഷൻ അല്ല. നിങ്ങൾ ഇപ്പോഴത്തെ ഫാഷനെ ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ സ്കിന്നി ജീൻസിനെ ഒഴിവാക്കും. അത്തരത്തിലുള്ളൊരു സ്വാധീനം കൃത്യമായിട്ട് എങ്ങനെ പെൺകുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ പരിശീലനം നൽകിയാണ് ഇവർ വിടുന്നത്. ആഹാരം കഴിക്കുന്നതിലും പ്രണയത്തിലും ജീവിതത്തിലും ഒന്നും സാധാരണ മനുഷ്യർ അനുവർത്തിച്ച് വരുന്നതോ അല്ലാതെ പിന്തുടരുന്നതോ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള വികാരങ്ങളുമായിട്ടല്ല ഈ ജിഹാദികൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. മതം 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 മതമാണ് മതമാണ് മതം മാത്രമാണ് പ്രശ്നം. അതെ, ആ രീതിയിലാണ് ഇവർ ഇറങ്ങുന്നത്. പ്രത്യേക ഒരു അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകമല്ല, മതം അതാണ് അജണ്ട. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അതിനുവേണ്ടി എന്ത് കള്ളം പറയുവാനുള്ള അനുവാദം അവരുടെ മതം തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ പണ്ഡിതരായ. അതെ, കാരണം നമ്മുടെയൊക്കെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് നടക്കുന്ന ഒരു ജിഹാദി, ഒരു പൊട്ടൻഷ്യൽ ജിഹാദി, ആലോചിച്ച് നോക്കൂ. നമ്മളോടൊക്കെ വളരെ മര്യാദയ്ക്ക് പെരുമാറി നമുക്കൊന്നും യാതൊരു ദ്രോഹവും ചെയ്യാതെ നടക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന്. കാരണം നമുക്ക് ആവശ്യം വരുന്ന ഘട്ടങ്ങളിലെല്ലാം സഹായിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ പുള്ളിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ പുള്ളിയോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഞാൻ നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ? നീ നരകത്തിലേ പോകുള്ളൂ.
എന്ന് ആത്മാർത്ഥമായി നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരാൾ എത്ര കാലം നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ടിരിക്കും? അത് ഇവർ ഈ കാഫിറുകൾ എന്ന് വിളിക്കുന്ന പെണ്ണുങ്ങളെ തന്നെയാണ് ഇവര് കൊണ്ടുപോകുന്നത്. അല്ല, കാഫിറുകൾ എന്ന് പറയുന്നത് അവർക്ക് യുദ്ധാർജിത സമ്പത്താണ്. അവരുടെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമകളാണ്. ആ അടിമകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ അവരുടെ തന്നെ ദൈവം അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ടെന്നാണ് അവരുടെ മതഗ്രന്ഥം പഠിപ്പിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ്, ആരിഫ് ഹുസൈനെ പോലുള്ളവർ ഇത് വാവിട്ട് എത്ര കാലമായി പറയുന്നു. ഹിന്ദു, മറ്റേ സനാതനി, സംഘി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ആ മതത്തിൽ നിന്ന് പുറത്തു വന്നവർ പറയുന്നതെങ്കിലും ഒന്ന് കേട്ടു നോക്കൂ, അതൊന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം നടത്തി നോക്കൂ. അല്ലാതെ ഈ ഒരു സന്ദർഭത്തിൽ ഓരോ ദിവസവും ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ തീരുമാനിക്കുകയാണ് ഏതെങ്കിലും ഒരാൾ ഈ വിജിലാൻറ്റി സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ സാദുൽ അനമിനെ നിയമത്തിന് പുറത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ആ കൈകാര്യം ചെയ്യുന്നവൻ അകത്ത് പോവും. സാദുൽ അനം ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ അവന് അർഹിക്കുന്ന വിധി അവന് വന്നു ചേരുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് എത്ര സാദുൽ അനമിനെ നിങ്ങൾ ഇതുപോലെ കൈകാര്യം ചെയ്യും? സാധിക്കില്ല. ഒരുപാട് സാദുൽ അനന്മാരുണ്ട്. അതിന് ചെയ്യേണ്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സംസ്കാര പഠനവും പൈതൃക പഠനവും, ഒപ്പം അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കൾ പെൺകുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അവരുടെ തോളിൽ കൈയിട്ട് സുഹൃത്തായിട്ട് റീൽ എടുക്കുന്നതല്ല സമയം ചെലവഴിക്കൽ. അവരുടെ ഒപ്പം റീൽ എടുക്കുന്നത് നല്ല കാര്യം തന്നെ. അവരിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും വന്ന് നമ്മളോട് പറയുവാനുള്ള, എൻ്റെ അച്ഛൻ എന്നെ പണ്ട് മുതലേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നീ പുറത്തു പോയൊരു കൊലപാതകം ചെയ്താലും വന്ന് എന്നോട് അപ്പോൾ പറയണം. നിന്നെ രക്ഷിക്കാൻ സാധിക്കുന്നതെല്ലാം ഞാൻ ചെയ്യും. പക്ഷെ അപ്പോൾ ഞാൻ ദേഷ്യപ്പെടുമായിരിക്കും. പക്ഷെ ആ ദേഷ്യം അപ്പോഴത്തേക്കേ ഉള്ളൂ. അത് നീ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ആ ഒരു വിശ്വാസം എനിക്ക് എൻ്റെ അച്ഛനോട് വളർന്നു വരുന്ന കാലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഉണ്ടായ ഗുണമെന്താണ്? ഞാൻ കോളേജിൽ മര്യാദരാമനായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പ്രശ്നവും എൻ്റെ വീടിൻ്റെ പടി കടന്നകത്തേക്ക് വന്നിട്ടില്ല. വന്നാൽ ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ എൻ്റെ പിന്നിൽ ഒരാളുണ്ട് ഒരു ആത്മവിശ്വാസവും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് സ്വാഭാവികമായി തന്നെ എൻ്റെ ഉള്ളിൽ വളർന്നു വന്നിരുന്നു. അത്തരത്തിൽ ഉള്ള അച്ഛന്മാർ എല്ലാവരും അതുപോലെ ആകണമെന്നല്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ അച്ഛനമ്മമാർ, പ്രത്യേകിച്ച് അച്ഛന്മാർ അമ്മമാരുടെ കാര്യങ്ങൾ വന്ന് പറയാനായിട്ട്, അച്ഛൻ ഒരിക്കലും ഒരു മീശ പിരിച്ച് നടക്കുന്ന അയ്യോ അങ്ങേരെ കണ്ടാലേ പേടിയാണ്, അല്ലെങ്കിൽ അങ്ങേരെ കൊണ്ടൊരു ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു രീതി, ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കരുത്. അതുപോലും ജിഹാദികൾ ഉപയോഗിക്കും. അതിനും അപ്പുറത്തേക്ക് ഒരുപക്ഷെ അല്പം കൂടി കടന്ന ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്തായി അച്ഛന് മാറാൻ സാധിക്കും. സുഹൃത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ റീലും എടുത്ത് ചുറ്റിക്കറങ്ങും. ശരിയാണ്, അത്തരത്തിലുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം, സമയം ചിലവഴിക്കുന്നത് നല്ല കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അച്ഛനോട് എന്ത് വന്ന് പറയാം, അച്ഛാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ശരി, അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് വഴക്ക് പറഞ്ഞാൽ പോലും അത് കഴിയുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയാം, എന്ത് വന്നാലും ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നുള്ളൊരു വിശ്വാസം പെൺകുട്ടിക്ക് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ മതവും നമ്മുടെ സംസ്കാരവും ആദ്യം നിങ്ങൾ പഠിക്കുക, ഒപ്പം ആ കുട്ടിക്ക് പകർന്നു കൊടുക്കുക. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും. ഈ സാഹചര്യത്തിൽ എന്ത് പറയാനാണ്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിരന്തരമുള്ളൊരു സംഭവമായി നമ്മുടെ മുമ്പിൽ ദൈനംദിനമുള്ളൊരു വാർത്തയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം നടുങ്ങേണ്ട വാർത്തയാണ്, പക്ഷെ നടുങ്ങുവാൻ പോകുന്നില്ല. നടുങ്ങി തുടങ്ങിയാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. കാരണം സാവരിയ എൻ്റെ മകളാണ്, എൻ്റെ പെങ്ങളാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങുക. എൻ്റെ വീട്ടിലുള്ള പെൺകുട്ടിക്ക് ഇതൊന്നും സംഭവിക്കില്ല, ഞാൻ അവളെ മര്യാദയ്ക്കാണ് വളർത്തുന്നത് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങളെപ്പോലൊരു മണ്ടൻ, ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെപ്പോലൊരു മണ്ടൻ കണാപ്പി വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾ എതിരിടുന്നത് ട്രെയിൻഡ് കമാൻഡോസിനെയാണ്. നിങ്ങൾ റൗഡിയാണെന്നുള്ളൊരു ചിന്ത മാത്രമേ നിങ്ങളുടെ ഉള്ളിലുള്ളൂ. നിങ്ങളൊരു റൗഡി പോലുമല്ല. അത്രേ ഈ വിഷയത്തിൽ തൽക്കാലം പറയാനുള്ള നീഷ. ഈ കൂടുതൽ എന്ത് പറയാനാണ്? ഓക്കെ ചേട്ടാ, എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്തേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഇതിൽ ലൈക്കിനേക്കാളും കൂടുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഇത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും തത്വമയി ന്യൂസിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളും പങ്കിട്ട് നിങ്ങളും ഉണ്ടാകണം. അപ്പോൾ പ്രേക്ഷകരെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം അലീഷ.